മണ്ണിടിച്ചിലുണ്ടായ കർണാടക ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ട്രക്ക് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ട്രക്കിൻ്റെ ടയർ കണ്ടെന്ന് ഈശ്വർ മാൽപെ അറിയിച്ചു. ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണം പുഴയിൽ നിന്നും രാവിലെ കണ്ടെത്തിയിരുന്നു. നാവികസേന നിർദ്ദേശിച്ച പോയിന്റിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അതേസമയം കാർവാർ MLA സതീഷ് സെയിലും സ്ഥലത്ത് എത്തി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ഷിരൂരിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവറായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈശ്വർ മാൽപെയാണ് ഇത്തരത്തിലൊരു ട്രക്കിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുകയും 2 ടയറുകൾ കണ്ടെത്തിയെന്നാണ് ഈശ്വർ മാൽപെ വെളിപ്പെടുത്തിയത്. തുടർന്ന് സതീഷ് സെയിൽ MLA ഇത് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ട്രക്ക് അർജുന്റേതാണോ എന്നൊരു സ്ഥിരീകരണം വരണമെന്ന് തന്നെയാണ് ഈ വാഹനം ഉടമയായ മനാഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ലോറിയുടെ ടയറുകളും ക്ലച്ചും സ്റ്റിയറിംഗും ആക്സിലേറ്ററും ഉൾപ്പെടെ നിലവിൽ തിരച്ചിലിൽ കണ്ടെത്താനായിട്ടുണ്ട് എന്നൊരു ആശ്വാസ വാർത്ത തന്നെയാണ് ഷിരൂരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ കൂടി തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു വാഹനത്തിന്റെ, അതായത് ക്യാബിൻ എന്ന് തോന്നിക്കുന്ന ഭാഗം കണ്ടെത്തിയെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പുഴയിൽ അർജുന്റെ ലോറി മാത്രമാണ് കാണാതായതെന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം. എന്നാൽ മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി കണ്ടെത്തിയതെന്ന വിവരം തിരച്ചിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. യന്ത്രഭാഗങ്ങൾ പുറത്തെടുക്കുന്നതോടെ ഇതിലും വ്യക്തത വരുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത നിമിഷങ്ങൾ വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. കാരണം ഈ ട്രക്ക് അർജുന്റേതാണോ എന്നൊരു സ്ഥിരീകരണം ഉണ്ടാവണം. കൂടാതെ തന്നെ ഈശ്വർ മാൽപെ പറയുന്നത് ഇത് അർജുന്റെ വാഹനം തന്നെയാണ് എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ഈശ്വർ മാൽപെയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ മറ്റ് വാഹനങ്ങൾ അവിടെ കാണാതായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ക്യാബിൻ എന്ന് തോന്നിപ്പിക്കുന്ന മറ്റു ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ നമുക്കറിയാം ഈ അർജുൻ കൊണ്ടുപോയ അക്വേഷ്യ മരത്തിന്റെ തടികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ നിന്ന് കയറടക്കമുള്ള അർജുന്റെ കയറടക്കമുള്ള, അതായത് ഈ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഷിരൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. യോഗം, അതായത് അവിടുത്തെ അധികൃതരുടെ നേതൃത്വത്തിൽ പ്രതീക്ഷയോടെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ ട്രക്ക് കണ്ടെത്തി, എന്നാൽ ട്രക്ക് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.